Hello everyone. So, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് റെഗുലേഷൻസ് എന്നുള്ള സബ്ജക്ട് എങ്ങനെ പഠിക്കണം, അത് എങ്ങനെ എക്സാമിന് എഴുതണം എന്നുള്ളതും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ലോ ആയതുകൊണ്ട് തന്നെ ഇത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല മിസ്സേ, ഇത് എങ്ങനെ പഠിക്കണം എന്ന് അറിയുന്നില്ല എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. സോ ലോ പഠിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കുന്നതിന് മുന്നേ ആ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ആ ചാപ്റ്റർ പഠിക്കുക. അതേപോലെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഓരോ ടോപ്പിക് നിങ്ങൾ പഠിക്കുന്ന സമയത്തും അതിന്റെ സെക്ഷൻ എത്രയാണ്, അതിന്റെ ഡെഫിനീഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഈ ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റില്ല. നിയമമാണ്, അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതിയ മാർക്ക് കിട്ടും എന്നുള്ളൊരു സബ്ജക്റ്റ് അല്ല ഇത്. ഇത് നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേംസ് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇതിന്റെ സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് സെക്ഷൻ അറിയില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്, ഓർമ്മയില്ല, ഡൗട്ട് ഉണ്ട്, അതന്നെയാണോ സെക്ഷൻ എന്നുള്ള ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സാമിന് ആ ഒരു സെക്ഷൻ എഴുതാതിരിക്കുക. ഓക്കെ, തെറ്റായിട്ടുള്ള സെക്ഷൻ എഴുതിയിട്ട് നിങ്ങൾ ബാക്കി ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയാലും നിങ്ങൾക്ക് അതിൽ മാർക്ക് കിട്ടില്ല. കാരണം എന്താണ്, സെക്ഷൻ തെറ്റാണ്. ഓക്കെ, സോ സെക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എഴുതാതിരിക്കുക. ഓക്കെ, എന്ന് വെച്ച് ഏത് സെക്ഷനും പഠിക്കണ്ട, എഴുതണ്ടാലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ലോ എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളത് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ടേംസ് പഠിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ക്ലിക്ക് ആവും. ഓക്കെ, സോ അത് നമുക്ക് പെട്ടെന്ന് മറന്നു പോവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ പഠിക്കുക. പിന്നെ ഈ ഒരു ലോ പഠിക്കാനുള്ള അല്ലെങ്കിൽ ബിസിനസ് റെഗുലേഷൻസ് പഠിക്കാനുള്ള മടി ഏറ്റവും കൂടുതൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 13 ചാപ്റ്റർ അല്ലെങ്കിൽ 14 ചാപ്റ്റർ, ഇത്രയൊക്കെ ചാപ്റ്റർ ഉണ്ടോ, ഇതൊക്കെ എപ്പോൾ പഠിച്ചു കഴിയാനാണ് എന്നൊരു മൈൻഡ് സെറ്റ് ആണ് പിള്ളേരിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ അങ്ങനെ ആലോചിക്കണ്ട, 5 മൊഡ്യൂളേ ഉള്ളൂ എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എത്ര ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ എത്ര കണ്ടന്റേ ഉള്ളൂ, ഒരു 5 മൊഡ്യൂളിന്റെ കണ്ടന്റേ അതിലുള്ളൂ. സോ ആ ഒരു രീതിക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അതേപോലെ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അത് ഇപ്പം 2 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എത്ര എഴുതണം, അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്, ഒരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതായത് ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ മാർക്കിനനുസരിച്ച് അതിനെ കുറച്ച് വൈഡായിട്ട് എഴുതാനും അതിനെ കുറച്ച് ചുരുക്കി എഴുതാനും ഒക്കെ ആയിട്ട് പറ്റുള്ളൂ. ഇപ്പോ ആക്ച്വലി 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇപ്പൊ നമ്മളുടെ ഉള്ളത്. അതായത് കൊറോണയ്ക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും ഉണ്ട്, കൊറോണ കാരണം സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേണുമാണ് ഉള്ളത്. ഓക്കെ, സോ ഇത് ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ വേറെ രീതിയിലാണ്, വേറൊരു പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ കൊണ്ടാണ് യൂണിവേഴ്സിറ്റി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് ഓരോ ടോപ്പിക്സും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എത്ര മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ പഠിച്ചു വെക്കുക. സോ ആ 2 ക്വസ്റ്റ്യൻ പാറ്റേണും നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓൾഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ 4 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. എ എന്ന് പറയുന്ന സെക്ഷനിൽ 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. 10 ക്വസ്റ്റൻ തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ 10 അറ്റൻഡ് ചെയ്യണം, അങ്ങനെ നമുക്ക് 10 മാർക്ക് കിട്ടും. ബി എന്നുള്ള സെക്ഷനിൽ 2 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ്. 10 ക്വസ്റ്റൻ തന്നിട്ടുണ്ടാവും, അതിൽ നമുക്ക് 8 എണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 16 മാർക്ക് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ തേർഡ് സെക്ഷനിൽ 4 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ്. 8 എണ്ണം തന്നിട്ടുണ്ടാവും, നമ്മൾ 6 എണ്ണം ആൻസർ ചെയ്യുക. ദെൻ ഫോർത്ത് എസ്സേ ക്വസ്റ്റൻ ആണ്, 15 മാർക്കിന്റെ 3 എണ്ണം തന്നിട്ടുണ്ടാവും, അതിൽ 2 എണ്ണം അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയായിരുന്നു നമ്മുടെ പഴയ പാറ്റേൺ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതാണ് കൊറോണ കാരണം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇവിടെയും 4 സെക്ഷൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, 10 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് 10 അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് സീലിംഗ് മാർക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന സെക്ഷനിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നമുക്കിവിടെ എത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും, 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ ഇത്ര എണ്ണേ അറ്റൻഡ് ചെയ്യേണ്ടുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, സീലിംഗ് മാർക്ക് എന്ന് പറയുന്നത് ഉണ്ട്. സോ ഇവിടെ സീലിംഗ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻ തന്നതിൽ നമുക്ക് 4 മാർക്കിന്റെ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 20 മാർക്ക് കിട്ടും. 5 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, 20 മാർക്ക് കിട്ടും. ഓക്കെ, 5 × 4 20 ആണ്. പക്ഷേ 5 ക്വസ്റ്റ്യൻ എഴുതാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എഴുതാം. അതായത് ഈ 10 ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 6 എണ്ണം എഴുതണം, 7 എണ്ണം എഴുതണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എഴുതാം.
നിങ്ങൾക്ക് ഈ ഇപ്പോൾ എഴുതിയ ക്വസ്റ്റനിൽ ഫുൾ മാർക്ക് കിട്ടും എന്ന് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 ക്വസ്റ്റൻ എഴുതിയാൽ മതി. അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ക്വസ്റ്റൻ എഴുതിയാൽ 4 മാർക്കിന് വരെ 3 മാർക്കാണ് കിട്ടിയത്, അടുത്ത ക്വസ്റ്റൻ എഴുതിയാൽ 4 മാർക്ക് വരെ 2 മാർക്കാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 8 ക്വസ്റ്റൻസ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും? 20 മാർക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് ഈ ഒരു സീലിംഗ് മാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ തേർഡ് സെക്ഷനിൽ നിങ്ങൾക്ക് 8 ക്വസ്റ്റൻ തന്നിട്ടുണ്ടായിരിക്കും. മാക്സിമം മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ? 32 മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 8 ക്വസ്റ്റനും അറ്റൻഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, എത്ര ക്വസ്റ്റൻസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ മിനിമം ഒരു 4 ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്താൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര കിട്ടും? 32 മാർക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് സെക്ഷൻ എസ്സേ സെക്ഷൻ എന്ന് പറയുന്നത് 3 ക്വസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ടായിരിക്കുക. അതിൽ മിനിമം ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു 18 മാർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ സീലിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എ എന്ന് പറയുന്ന സെക്ഷൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് 22 മിനിറ്റോളം കിട്ടും. ഓക്കെ, ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ 22.5 ആണ്. അത്രയും മിനിറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എഴുതാനായിട്ട് കിട്ടും. ദെൻ സെക്കൻഡ് സെക്ഷൻ എഴുതാനായിട്ട് അല്ലെങ്കിൽ 20 മാർക്കിനുള്ള ക്വസ്റ്റൻസ് എഴുതാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. ഓക്കെ, അതേപോലെ 32 മാർക്കിനുള്ള ക്വസ്റ്റൻസ് എഴുതാനായിട്ട് നിങ്ങൾക്ക് 72 മിനിറ്റോളം കിട്ടും. അതേപോലെ ലാസ്റ്റ് നമ്മുടെ എസ്സേ ക്വസ്റ്റൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് 40.5 അതായത് 40 മിനിറ്റോളം എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഈ ഒരു എസ്സേ ക്വസ്റ്റൻ എഴുതാനായിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് പഠിക്കുക. സോ ഇതിൽ ഏത് പാറ്റേൺ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു മീനിങ്ങേ ഇതിൽ വരുന്നുള്ളൂ. അല്ലാതെ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഓരോ മൊഡ്യൂൾ വൈസ് ആണ് ഞാൻ പറയുന്നത്. ഓരോ മൊഡ്യൂളിലും നമ്മളുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ്സേസും വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ മൊഡ്യൂൾ 1 കുറച്ച് വലിയ മൊഡ്യൂളാണ്. നമുക്ക് അതിൽ പഠിക്കാനുള്ളത് കോൺട്രാക്ട് എന്താണ്, ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെന്റ്, വോയിഡ് എഗ്രിമെന്റ്, ഡിസ്ചാർജ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കണ്ടിൻജന്റ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ നോക്കാനുള്ളത്? മൊഡ്യൂൾ 1 നോക്കാനായിട്ടുള്ളത്. സോ അതിൽ ഷോർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിലോ നോട്ടിലോ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ചാണ്. അതായത് ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ഏജൻസി, അങ്ങനെയുള്ള സ്പെഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും ഷോർട്ട് എസ്സേ ആയിട്ട് വരാനുള്ളതും എസ്സേ ആയിട്ട് വരാനുള്ളതുമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. സോ ആ സെയിൽ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോർട്ട് എസ്സേ വരാനുള്ളതും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കുറിച്ചാണ് നോക്കാനുള്ളത്. അതേപോലെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 കുറിച്ചാണ് നോക്കാനുള്ളത് കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ബിസിനസ് റെഗുലേഷൻസിന്റെ ഫുള്ളായിട്ടുള്ള സബ്ജക്ട് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. സോ നിങ്ങൾ ആ ഓരോ വീഡിയോസ് കാണുന്ന സമയത്തും ഈ ഓരോ ടോപ്പിക്സ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ വീഡിയോ കണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ ഓരോ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ടൈം കോഡ്സ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ടൈം കോഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം കോഡ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണോ വേണ്ടത് അതിന്റെ കറക്റ്റ് ഉള്ള ടൈമിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകാൻ പറ്റും? ആ ഒരു വീഡിയോയിൽ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ചാപ്റ്റേഴ്സും അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു ടോപ്പിക്കിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഫുൾ വീഡിയോ കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ടോപ്പിക് ആണ് കണ്ടത് എന്നുണ്ടെങ്കിൽ ടൈം കോഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ടോപ്പിക് കാണുക. സോ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.